നിനക്കെന്ത് പറ്റി? നീ എങ്ങനെ ഇരിക്കുന്നേ? പീരീഡ്സ് ആവാറായി. പാട് വെക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ടെൻഷനാ. എന്ത് പറ്റി? എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഏത് പാട് ഉപയോഗിച്ചാലും ഭയങ്കര ഇറിറ്റേഷനാ. ചൊറിച്ചിൽ വരും, ചെറിയ റാഷസ് പോലെ വരും, ഇടയ്ക്കിടയ്ക്ക് UTI വരും, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ഇറിറ്റേഷനാ. ഏത് പാടാ നീ യൂസ് ചെയ്യുന്നത്? ഇന്ന പാടൊന്നുമില്ല, കടയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പാടും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതാണ് പ്രശ്നം. ഇത് നമ്മുടെ സാധാരണ വാങ്ങുന്ന നമ്മുടെ നോർമൽ പാഡും ഇത് ജെല്ലുള്ള പാഡും ആണ്. ഇപ്പൊ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കാന്ന് വെച്ചോ, ഇതിലൊഴിക്കാണ്. ഇതിൽ കണ്ടോ, ഇത് നമുക്ക് വെച്ചാവുന്നില്ല. കണ്ടോ, ഇതിൽ വെച്ചാവുന്നുണ്ട്. ഒന്ന് നോക്കിയേ, ഇതിൽ നമുക്ക് നല്ല രീതിയിൽ വെച്ചാവുന്നുണ്ട്. പക്ഷെ ഇതിലൊന്ന് തൊട്ട് നോക്കിയേ, വെച്ചാവുന്നില്ല. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. എന്തായാലും ഞാൻ ഈ നോർമൽ പാഡിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ രണ്ട് ഭാഗം ഔട്ടർ കവറിങ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഈ ഉള്ളിൽ നമ്മൾ ടിഷ്യൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് എപ്പോഴും ഇതുപോലെ വെറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാകുന്നത്. ഈ കണ്ടോ, വെറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ഈ പാഡിൽ നമുക്ക് യൂസ് ചെയ്യുമ്പം ഇത് രണ്ടെണ്ണം, ഇതിന്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് കോട്ടൺ ആണ്. ഇതിന്റെ ഉള്ളിലുള്ളതാണ്, ഇങ്ങനെയാണ് ഈ ജെല്ല് വരുന്നത്. അതുപോലെ തന്നെ ഈ ജെല്ലാണ് കേട്ടോ. ഈ ജെല്ല് നമ്മൾ അബ്സോർബ് ചെയ്യും, പക്ഷെ വെച്ചില്ല, ഇതിൽ ഡ്രൈ ആയിട്ട് വെക്കും, ഇത് വരുന്നില്ല. കണ്ടോ, ഇതാണ് ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും ഡിഫറൻസ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പാഡ്, ഈ ജെല്ലുള്ള പാഡ് ഡിസ്പോസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതിന്റെ കവറിങ് ഒക്കെ നമുക്ക് കോട്ടണാ വരുന്നത്, അപ്പൊ ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഉള്ളിലുള്ള ജെല്ല് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് നമുക്ക് ജസ്റ്റ് വെള്ളത്തിൽ ഇട്ടാൽ തന്നെ അത് ഡിസോൾവ് ആയിട്ട് ജെല്ലായിട്ട് പോകും. നമുക്ക് ഈസി ആയിട്ട് അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഭയങ്കര നമുക്ക് ഈ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി കൂടെയാണ്. ഞാൻ ഉപയോഗിച്ച പാഡുകൾ ഇത്രയും ദോഷമാണെന്ന് ഞാൻ ഇപ്പോഴും അറിഞ്ഞേ. പക്ഷെ ഇത്രയും നല്ല പാഡുകൾ അവൈലബിൾ ആണല്ലേ. എന്തായാലും ഞാൻ ഇനി മുതൽ അതേ ഉപയോഗിക്കുള്ളൂ.